അപ്പോൾ പിന്നെ രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയായത്. നമ്മുടെ വീട്ടിൽ നിന്നൊരു 10-15 മിനിറ്റ് യാത്രയുള്ളേ. 15 മിനിറ്റ് ഇല്ല, 15 മിനിറ്റ്. അപ്പം ഇതുവഴിയൊക്കെയാണ് പോകുന്നത്. ഇത് മോട്ടോർ വേ ആണേ. സാധാരണ വർക്ക് തുടങ്ങുന്നത് 7 മണിക്കാണ്. ഇപ്പം ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മൾ ഇന്ന് 6:30 തുടങ്ങി. അപ്പം യാർഡിലെത്തി. ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ നടക്കുന്ന ലൂക്കസ് എന്നാണ് അവർ വരെ. ഭയങ്കര ജോലിക്കാരന് ഭയങ്കര പണിയെടുക്കും. ഓടുകയാണ് ജോലി ചെയ്യുന്നത്. പോളണ്ടുകാരനാണേ. ഓഫീസിലിട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ കീസൊക്കെ മേടിക്കുന്നതിന് ഭയങ്കര തിരക്കായിരിക്കും. എല്ലാവരും പെട്ടെന്ന് പോകണമല്ലോ. ഇങ്ങനെ കർശന വാചകം അടിച്ച് പെട്ടെന്ന് കാണിച്ച ഷീറ്റല്ല നമുക്ക് ഇതൊക്കെ വരുന്നത്. നമ്മുടെ ഏത് വണ്ടിയിലാണ് അങ്ങനെയുള്ളത്. സ്ഥിരമായിട്ടുള്ളവർക്കെല്ലാം സ്ഥിരം വണ്ടിയുണ്ട്. പുതിയതായിട്ട് വരുന്നവർക്കെല്ലാം വേറെ വണ്ടിയായിരിക്കും. പിന്നെ അങ്ങനെ പോയി വണ്ടി വെക്കുന്നത് എനിക്ക് തോന്നുന്നൊരു 10-60 വണ്ടിക്ക് മേളിലുണ്ടെന്ന് തോന്നുന്നു. 60 അല്ലെങ്കിൽ 60 മേളിലാണ്. പിന്നെ ഡെന്നിസിൻ്റെ വണ്ടിയും ബെൻസിൻ്റെ വണ്ടിയാണ് നമുക്കുള്ളത്. ആ ചെറിയ വണ്ടി എന്ന് പറഞ്ഞാൽ ഫുഡ് എടുക്കാൻ പോകുന്നത്, ഫുഡ് വേസ്റ്റ് എടുക്കാൻ പോകുന്ന വണ്ടിയാണ്. ഞാൻ പോകുന്നത് ഡെന്നിസിൻ്റെ വണ്ടിയിലാണേ. കൂടുതലും ഡെന്നിസിൻ്റെ വണ്ടിയാണ്. ഗാർഡൻ ബിന്നുണ്ട്, റീസൈക്ലിംഗ് ബിന്നുണ്ട്, ഡൊമസ്റ്റിക് ബിന്നുണ്ട്, പിന്നുള്ള ഫുഡ് ബിന്നുണ്ട്. ഇങ്ങനെ 4 4 ടൈപ്പ് വണ്ടിയായിരിക്കും ഉള്ളത്. അപ്പോൾ ഈ കിടക്കുന്നതാണ് എൻ്റെ വണ്ടിയെ. വണ്ടി ഓടിക്കാൻ കട്ടല് പ്രൂഫാണ്. ടിം എന്ന പേര്. ഇത് വണ്ടിയുടെ ഡെയിലി ചെക്കപ്പ് ചെയ്ത് ടയറെല്ലാം കറക്റ്റാണോ, നട്ടെല്ലാം ഉണ്ടോ, നമ്മുടെ ബിൻ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ നോക്കുന്ന ബിൻ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പോൾ സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞു കേട്ടോ. ആ ഒരു സെൻസർ നമ്മൾ കൊണ്ട് ബിൻ വെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടിപ്പ് ചെയ്തോളും. നല്ലൊരു ഡ്രൈവറാണ്. ഒരു പാവമനുഷ്യ. ഇവിടെ കമ്പനി വന്നിട്ട് 6 വർഷം അങ്ങനെ ഇതായിട്ടുള്ളൂ. ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. ആ ലൈറ്റിൽ അങ്ങനത്തെ നോക്കണം. എപ്പോഴും ഒരു ആമ്പർ ലൈറ്റ് ഇങ്ങനെ മിന്നിക്കുമല്ലോ, അതുകൊണ്ടൊന്ന് നോക്കണം. നോക്കി പിന്നെ നമുക്ക് നീട്ടിക്കുന്ന വർക്ക് ഇത് ഇത്രയും പിന്നെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 1600 ചില്ലാനും പിന്നാണ് ഉള്ളത്. ടാർവിനുള്ള സ്ഥലത്താണ്. അതാണ് നേരത്തെ ഇരുന്ന വർക്കാണ്. 1600 പിൻ അത്ര ഉള്ളായിരുന്നു. പിന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. മോട്ടോർ ഞാൻ വന്ന വഴി കൂടെ തന്നെ പോകുന്നത്. അത് വേറൊരു പിന്നിൻ്റെ വണ്ടിയാണേ. ഇങ്ങനെ കോടയാണ്. പക്ഷേ രാവിലെ തണുപ്പ് തുടങ്ങിയപ്പോൾ തന്നെ 18 ഡിഗ്രിയിലാണ്. ഭയങ്കര ചൂടായിരുന്നു. കൈകൾക്ക് ഒരുപാട് ടാണിക്കും. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ വീലടിച്ചാൽ ഇത്രയും ടാനടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് മാക്സിമം നമ്മൾ ഈ ചെറിയ റോഡിലോട്ടൊക്കെ കയറുമ്പോൾ വണ്ടി വളയ്ക്കാനിടയില്ലാത്ത റോഡെന്ന് അങ്ങനെയുള്ള റോഡാണെങ്കിൽ വണ്ടി റിവേഴ്സ് എടുത്തേ കയറത്തുള്ളേ. അങ്ങ് ബാക്കി ലോഡ് എടുത്ത് തുടങ്ങത്തുള്ളൂ. അപ്പം അങ്ങ് ബാക്കി വരെ പോയിട്ട് അവിടുന്ന് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചേ എടുക്കത്തുള്ളൂ. ഒന്നിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, ഒരു 5-6 വീട് കൂടെ ഒന്നിച്ചായിരിക്കും. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് വേഗം ചെയ്യാൻ പറ്റും, സ്പീഡ് ചെയ്യാൻ പറ്റുമേ. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങി, അവൻ അവിടെ നിന്ന് തുടങ്ങും. അപ്പം ലെഫ്റ്റ് സൈഡിൽ ഒരാൾ, റൈറ്റ് സൈഡിൽ ഒരാൾ, അങ്ങനെയൊക്കെ നമ്മൾ പിന്നെടുക്കുന്നത്. പിന്നെ ആണെങ്കിൽ ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇച്ചിരി നടപ്പുണ്ട്. ഡെയിലി ഒരു 10-20 കിലോമീറ്റർ തന്നെ ആണെങ്കിൽ 20 to 25 അത്രയും കിലോമീറ്റേഴ്സ് ഡെയിലി നടക്കും നമ്മളെ. പക്ഷെ നമ്മൾ ഈ ജോലി ചെയ്യുന്നുണ്ട്. ഒരു റത്തിട്ട് നമ്മളെ ബോറടിയില്ല. ചില്ല് ചെയ്തങ്ങ് പോകാം. 2 ഹെഡ്സെറ്റൊക്കെ വെച്ച് പാട്ടൊക്കെ ഇട്ടങ്ങ് പോയാൽ മതി. ശരി, ഹെഡ്സെറ്റ് വെക്കുന്ന നല്ലോടല്ല, പക്ഷെ ഞാൻ വെക്കും. കൂടെ വർക്ക് ചെയ്യുന്നവൻ്റെ ഒരു ബെഞ്ചമിൻ ജേക്കബ് എന്നാണ്. പുള്ളി കരീബിയനാണ്. ഇവിടുത്തെ മിലിറ്ററിയിലുണ്ടായിരുന്ന പുള്ളി വന്നിട്ട് ജോലി കിട്ട് എനിക്ക് തോന്നുന്നു, ഉറപ്പില്ല. എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എനിക്കൊന്ന് 8 or 9 അങ്ങനെ എന്നുള്ളത്. മിലിറ്ററിയിൽ നിന്ന് ഇറക്കി നേരെ ഇവിടെ ജോലിക്ക് കയറിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പിന്നെടുക്കുന്നത്. സോറി, അത് പറഞ്ഞു പോയി കേട്ടോ. അടുത്ത വീഡിയോക്കകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഓർത്ത വീഡിയോ ഫോൺ ചെക്കുന്ന കാര്യം വേഗം ചെയ്താൽ തീരത്തുള്ള കൊണ്ട് യൂടി നടന്ന് പണിയുന്നത് സംഭവം ഒക്കെയാണ്. ഇങ്ങനെ ഇത് അവിടെ നിന്ന് റിവേഴ്സ് എടുക്കണമെന്ന് പിന്നെ വെക്കുന്നതാണ്. ഈ സൈഡിലൊക്കെ കുറച്ച് വീടുണ്ട്. ഇപ്പോൾ ഈ ഡ്രൈവർ ഇറങ്ങി വരുന്നത് ഏതെങ്കിലും പിന്നെ വെടി വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കിയിട്ട് ടാബിൽ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം.
ഇല്ലെങ്കിൽ ഇവർ നമ്മൾ ബില്ലെടുത്തില്ലെന്ന് പറഞ്ഞ് മെയിൽ ചെയ്ത് നമ്മൾ പിറ്റേ ദിവസം പിന്നെയും വരേണ്ടി വരും. ഒത്തിരി ദൂരെ കമ്പനി ഒത്തിരി ദൂരെ ആയതുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ സമയം പിന്നെയും വേസ്റ്റ് ആവില്ലേ. അങ്ങനെ ചെയ്യും. ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. എല്ലാ വീടിൻ്റെ നമ്പർ കാണും അവിടെ. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്പറുണ്ടല്ലോ. അങ്ങനെ പിന്നെ കൊണ്ടുവന്നിട്ട് ഇന്ന് മൊത്തം കൺട്രി സൈഡിൽ കൂടെ ആയിരുന്നേ. അപ്പോൾ ആ സൈഡിൽ കൂടെ പോയപ്പോൾ ഒരു കുതിരയെ കണ്ടതാണ്. ഒരു കുതിരയല്ല, ഒരുപാട് കുതിരയെ കാണും നമ്മളെ. എല്ലാം കാണാൻ നല്ല രസമാണ്. നല്ലൊരു ഭയങ്കര ഒരു ഷേപ്പാണ്. ചിലരെ കണ്ടു കഴിഞ്ഞാൽ ഒരു വൃത്തിയില്ലാത്ത ടൈപ്പല്ലേ. ഇത് ഭയങ്കര നല്ല നീറ്റായിട്ട് മുടിയൊക്കെ ചെയ്യി നല്ല സൂപ്പറായിട്ടുള്ളതാണ്. ആ കുതിരയാണ് ഈ കാണുന്നത്. ഒരു പുള്ളി ആ പറമ്പിൽ കൂടെ കുടിച്ചുകൊണ്ടൊക്കെ പോയി. നല്ല രസമാണ് അതിനെ കാണാൻ. നമുക്ക് ഈ കുതിരനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് അല്ലേ. ഇവർ ഈ നാട്ടിൽ ഒരു ആനയെ കാണുമ്പോൾ നമുക്ക് അവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. അതുപോലെ നമുക്ക് ഈ കുതിരനെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. നല്ല രസമായിരുന്നു. അങ്ങനെ പോയി. നമ്മൾ പോകുന്ന വഴിക്കുള്ളൊരു ബാറും റെസ്റ്റോറൻറ്റ് കൂടാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഫോർട്സ് ഓഫ് ഇന്ത്യ എന്നതിൻ്റെ പേര്. ഒരു ബംഗ്ലാദേശ് നടത്തുന്നതാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നൊരു പുള്ളി ഇവിടെ നിന്നാണ് ജോലിക്ക് വരുന്നത്. പുള്ളി പറഞ്ഞതാണ്, എടാ ശരിക്കും നിങ്ങളുടെ ഇന്ത്യൻസിൻ്റെ അല്ല, അത് ഒരു ബംഗ്ലാദേശിയുടെയാണ് പുള്ളിയാണ് നടത്തുന്നതെന്ന് പറഞ്ഞു. ഫോർട്സ് ഓഫ് ഇന്ത്യയിലെ ഫുഡിനോടൊക്കെ ആൾക്കാർക്ക് ഉള്ള ഇംഗ്ലീഷുകാർക്ക് വലിയ ഇഷ്ടമാണ്. എന്നോട് എപ്പോഴും ചോദിക്കും, എടാ നിങ്ങൾ എന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെ കഴിക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിക്കുമേ. അങ്ങനെ പോയ വഴി പിന്നെ ഒരു കുതിര കണ്ടു. ഇതിനെ കാണാൻ നല്ല രസമായിരുന്നു. പതിയെ നടക്കത്തുള്ളേ. പിന്നെ ഈ കുതിര കണ്ടു കഴിഞ്ഞാൽ നമ്മളധികം അങ്ങനെ വണ്ടി സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകാനും നമുക്ക് പറ്റത്തില്ല. അങ്ങനെ ആണ്. അപ്പോൾ അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുതിര പേടിക്കുന്നതുകൊണ്ടോ അങ്ങനെ വല്ലതും ആയിരിക്കണം. അപ്പോൾ കുതിര വന്നെങ്കിൽ കിട്ടാൻ നമ്മളെ വണ്ടിയോടെ നിർത്തിയിടും. അല്ലെങ്കിൽ കുതിര നിന്ന് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകത്തുള്ളേ. അങ്ങനെയാണ്. ഇന്നത്തെ ഉച്ച വരെ ഉള്ള വർക്ക് കഴിഞ്ഞ് നമ്മൾ നേരത്തെ തീർത്തു. ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ഏറ്റവും ലാസ്റ്റ് ബിൽ ലിഫ്റ്റും പൊക്കി വെക്കണം. റെഡ് സാധനവും അടച്ചു വെക്കണം. അത്രേ ഉള്ളൂ. ഇന്നത്തെ പരിപാടി ഉച്ചവരെയുള്ളത് തീർത്തു. സന്തോഷമായി. നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി പോകുന്നത് ഒരു ചെറിയ ബർഗർ ഷോപ്പിലാണ്. നമ്മുടെ കമ്പനിയുള്ള എല്ലാവരും ഇവിടെ കാണും. കമ്പനിയുള്ള കുറേ ടീമുകൾ കാണും. ഇന്ന് ഞങ്ങൾ നേരത്തെ തീർന്നതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു. നേരത്തെ ബ്രേക്കിന് വന്നതുകൊണ്ട് ആൾക്കാർ കുറവായിരുന്നു. സാധാരണ ഇവിടെ മൊത്തം നമ്മുടെ ഓറഞ്ച് ആൾക്കാരായിരിക്കും. വണ്ടി മൊത്തം നമ്മുടെ വണ്ടിയായിരിക്കും. ഒത്തിരി ബൈക്കേഴ്സ് വരുന്നതാണ്. കാരണം ഇന്ന് പക്ഷേ ഒരുപാട് കുറവായിരുന്നു. ചൂടായതുകൊണ്ടായിരിക്കും. സാധാരണ ചൂടായി കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ചൂട് വലിയ ഇഷ്ടമാണ്. ഇനിയിപ്പോൾ നമുക്കുള്ളത് ഇച്ചിരിയും കൂടെ ഉള്ളു. ഈ റെഡ് ഡോട്ട് കാണിക്കുന്നതിന് നമുക്ക് ചെയ്യാനുള്ളൂ. ഈ പച്ച കാണിച്ചേക്കുന്നതല്ല, നമ്മൾ ചെയ്ത് തീർത്തതാണേ. അതായത് ഇനിയൊരു 600 അങ്ങനെ എന്തോ ഉള്ളൂ. ഇത് കമ്പനിയിലേക്ക് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് ഇതുവരെ ഷീകൾ അങ്ങനെ എന്തോ.
ഒരുപാടുണ്ട് കേട്ടോ. രാവിലെ നമ്മൾ പോയ സെയിം വഴി തന്നെ ഇത്. അപ്പോൾ അതുവഴി ഇങ്ങനെ നേരെ പോയി എത്തി. പിന്നെ അവിടെ കുറച്ച് പിന്നെടുത്ത് കഴിഞ്ഞപ്പോൾ അപ്പോൾ വഴി വെച്ച് കണ്ട ഒരു കുതിരയാണേ. ഇതിനെ കാണാൻ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇത് ഇപ്പോൾ സൈഡിൽ നിർത്തും. എന്നെ ശരിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ കാണിക്കുമായിരിക്കും, ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ടേ സൈഡിൽ കൂടെ പോകുമ്പോൾ. അവർ നിർത്തി നമ്മൾ താങ്ക് യു പറഞ്ഞത് നമ്മളില്ല, ഡ്രൈവർ ടിമ്മാണ് പറയുന്നത്. അങ്ങനെ അവിടെ കഴിഞ്ഞ് നമ്മൾ നേരെ ചെല്ലുന്ന ഒരു പശു ഫാമിലോട്ടാണേ. ഇവിടെ മൊത്തം ഇങ്ങനെ വലിയ ഫാമുകളൊക്കെ ആയിരുന്നു. അങ്ങനെ പശുവിനെ അഴിച്ചു വിട്ട് വളർത്തുന്ന ടൈപ്പാണേ. നമ്മുടെ നാട്ടിലിപ്പോൾ ഫാമും നമ്മൾ പണ്ട് സമ്മർ ഇൻ ബെത്ലഹേമിൻ്റെ എന്താ പറയത്തില്ലേ, ഒരു പുള്ളി വരുമ്പോഴത്തേക്ക് ഞാൻ യൂറോപ്പിലെ സിസ്റ്റർ ഫോളോ ചെയ്യുന്ന പശുവിനെ അഴിച്ചു വിട്ട് വളർത്തുന്ന ആ സ്കീം, അതുപോലെ നല്ല രസമായിരുന്നു കാണാൻ. ഈ ഒരു വീടിന് വേണ്ടി നമ്മൾ കുറേ ദൂരം ഓടിയാണ് വന്നത്. എന്നിട്ട് സാധാരണ ഇങ്ങനെ ഓരോരോ ബിന്നുള്ളിടത്തൊക്കെ ബെഞ്ചി ഇറങ്ങി ബിന്നെടുക്കുന്നത് ഞാൻ ഇറങ്ങത്തില്ല. ബെഞ്ചി എപ്പോഴും സൈഡ് സീറ്റ് ഇരിക്കുന്നത്, അതുകൊണ്ട് പുള്ളി ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്ന ടൈപ്പല്ല. ഇവിടെ മൊത്തം പശുക്രാവുകളായിരുന്നു ഇതിനകത്ത് കെട്ടിയിരുന്നത്. വലിയ പ്രായമുള്ളതല്ല, ചെറുത്. എന്നിട്ട് ഇങ്ങനെ ഇതുവഴി ചെറിയ വഴി കൂടെ ആയിരിക്കും. കറക്റ്റ് ഒരു വണ്ടിക്ക് പോകാനുള്ള ഗ്യാപ്പേ കാണത്തുള്ളൂ. കൺട്രി സൈഡിലോട്ട് കയറി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി കൊടുക്കാനുള്ള സ്പേസ് കാണും. പിന്നെ ഇങ്ങനെ ഓടിച്ചു വരും. നമ്മളിപ്പോൾ കാണിക്കുന്ന ഈ റൈറ്റ് സൈഡിലെ വഴി കണ്ടോ, അതിൽ ഞങ്ങൾ കയറി വന്നത്. എന്നിട്ട് നേരെ വന്നു, ഇതൊരു നേരം കൊണ്ട് പുറകോട്ട് പോയി. ഇതിപ്പോൾ ഫോട്ടോ എടുക്കുന്ന പറഞ്ഞാൽ പിന്നെ അവർ വെളി വെച്ചിട്ടില്ല എന്ന് നമ്മൾ കമ്പനിക്ക് ഒരു ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നത്. PDI എന്നാണ് ഈ മിഷൻ ഇതിന് പറയുന്നത്, നമ്മുടെ ടാബിനെ. അകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും ഫോട്ടോസൊക്കെ. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർ നമ്മൾ പിന്നെ അവർ വെച്ചിട്ട് നമ്മൾ എടുത്തില്ല എന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പ്രൂഫായിട്ട് എടുക്കുന്നത്. ആ വീടിൻ്റെ മേളിൽ ഭാഗത്ത് കച്ചി പോലെ എന്തോ ആയിട്ടേക്കുന്നത്, നല്ല രസമായിരുന്നു കാണാനേ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്കാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ മൊത്തം ഇങ്ങനെ ആപ്പിൾ മരത്തെ മൊത്തം ആപ്പിൾ ഉണ്ടായി നിൽക്കുക. നല്ല രസമായിരുന്നു കാണാൻ. ഇത് പഴുത്ത് കഴിയുമ്പോൾ കാണാൻ നല്ല അടിപൊളിയായിരിക്കും, നല്ല ചുവന്ന കളർ കാണും, നല്ല രസമായിരിക്കും. പിന്നെ അതിലെ കഴിഞ്ഞ് ഇങ്ങനെ നേരെ പോയപ്പം ഒരു കുഞ്ഞു പശുക്കിടാവിനെ കണ്ടു. ഓടി വരുന്നത് കുഞ്ഞുണ്ട് കേട്ടോ. അതിനെ കണ്ട് പേടിച്ച് ഓടിയതാണ്. എല്ലാം ഒരേ കളർ തന്നെ, ഒരേ പാറ്റേൺ, ഡിസൈൻ എല്ലാം കറക്റ്റ്. അതിൻ്റെ മൂക്കുത്തിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മൊത്തം ഈച്ച കയറിക്കൊണ്ടിരിക്കുമായിരുന്നു. ബാക്കിലോട്ടൊക്കെ ഉണ്ട്, ഒരു 10 മേലുണ്ടായിരുന്നു. ഇങ്ങനെ പുറകോട്ട് പോയി 2 കിടാവ്, കുഞ്ഞു കിടാവ്, നല്ല കളറായിരുന്നു, നല്ല രസം, നല്ല വലുപ്പമാണ് പക്ഷെ കാണാനേ. അങ്ങനെ നമ്മൾ കണ്ടിട്ട് സൈഡിൽ കൂടെ ഓടി വേറൊരു വീട്ടിലോട്ടാണ് പോകുന്നത്. അതൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു വീടാണ്. വീഡിയോയ്ക്ക് അത് കാണിക്കാൻ പറ്റിയില്ല. ഇത് അസിസ്റ്റഡ് ബിൻ കളക്ഷനാണ്. ഈ പ്രായമുള്ളവരും ഒത്തിരി പൈസ ഉള്ളവരും അങ്ങനെയൊക്കെയുള്ളവർ എക്സ്ട്രാ പേ ചെയ്യുവാണെങ്കിൽ നമ്മൾ പിന്നെ ഒരു വീടിൻ്റെ ബാക്ക് യാർഡിലോ ഫ്രണ്ട് യാർഡിലോ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പോയി തീർക്കും. ഇത് തിരിച്ച് അവിടെ തന്നെ കൊണ്ടുപോകണം. അങ്ങനെയാണ് അസിസ്റ്റഡ് ബിൻ കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പം അതും ഓക്കെയാണ്. ചിലപ്പോൾ നമ്മൾ ക്രിസ്മസിനൊക്കെ ഇല്ല, നമ്മൾ കേക്ക്, ബിയറ്, കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് തരുവേ. എല്ലാവർക്കും കാർഡ് കഴിഞ്ഞവണൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കേക്ക് കിട്ടിയായിരുന്നു. ഫുഡൊക്കെ കഴിക്കാൻ തരുന്നുണ്ട് ചിലപ്പോൾ. അതങ്ങനെയാണ് വേറെ ചെല്ലുന്നത്. അങ്ങനെയൊക്കെയാണ്. ഇത് വണ്ടി മൊത്തം റിവേഴ്സ് ചെയ്താണ് വരുന്നത്. അവിടെ വളയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടേ അങ്ങനെയായിരുന്നു. അങ്ങനെ അവിടുന്ന് പിന്നെ അടുത്തടുത്തോട്ട് റിവേഴ്സ് എടുത്താൽ കയറി വന്നത്. അവിടെ മൊത്തം ഇങ്ങനെ റിവേഴ്സ് എടുക്കണം. അപ്പോൾ റിവേഴ്സ് എടുക്കേണ്ടതുകൊണ്ടാണ് നമുക്ക് ഒത്തിരി നടക്കുന്നത്. അതിപ്പോൾ പോയത് ഫുഡിൻ്റെ വണ്ടിയാണ്, ഫുഡ് എടുക്കാൻ പോകുന്നത്. അതും നൈസ്. അത് പക്ഷേ ഒരുപാട് നടക്കാനുണ്ട്, ഒത്തിരി നടക്കാനുണ്ട്. ഇത് ഗാർഡൻ പിന്നെ എടുക്കുന്നതാണ്. അത് സിമ്പിളാണ്. 600 പിന്നൊക്കെ വരത്തുള്ളൂ ഒരു ദിവസം.
പക്ഷേ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അത് ബിന്നിന് ഭയങ്കര കനമായിരിക്കും. നമുക്ക് വെയിറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചെയ്യാൻ. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള നമുക്കെടുക്കാൻ പറ്റാത്ത വേസ്റ്റുകളൊക്കെ വേറൊരു രീതിയിൽ വന്നെടുക്കുന്നതാണ്. ഇതിന് നല്ല പേയ്മെൻറ്റ് ഈ പുള്ളി ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇതിന് ലൈസൻസ് എടുക്കുക, നമ്മൾ നോർമൽ ലോറിക്ക് ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് പോവുകയാണെങ്കിൽ നല്ല പൈസ കിട്ടും. ഒരു ദിവസം ഒരു 5-6 ലോഡൊക്കെ എടുത്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. അത് ഇതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് മേടി സമയം പോയി, നഷ്ടമായി പോയി കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നല്ല രസമായിരുന്നു, സിമ്പിളായിരുന്നു. ഇത് അവസാനത്തെ കുറേ സെക്ഷനായിരുന്നേ. അവസാനത്തെ കുറച്ച് വീടുകളോടത്ത് അവിടെ കയറി കഴിഞ്ഞപ്പം ഒരു 10 രൂപ ബിന്ന് ഒന്നിച്ചുണ്ടായിരുന്നു. അങ്ങ് ഒന്നിച്ച് ചെയ്ത് തീർത്തു. അപ്പം കൂടെയുള്ള ബെഞ്ച് ചോദിക്കുമായിരുന്നു, നീ എന്തിനാ റെക്കോർഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടില്ല, യൂട്യൂബിൽ ഇടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഞാൻ പറഞ്ഞു കൂട്ടുകാരെ കാണിക്കാൻ. അവർ പറഞ്ഞാൽ മതി, ഗൂഗിൾ ചെയ്താൽ മതി, ഇങ്ങനെ കാണാമല്ലോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ രണ്ടുകൂടായി പറഞ്ഞെങ്കിൽ ഇറങ്ങി കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല. പിന്നെ ഇത് വോയിസ് ഓവർ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിന്നുണ്ടെന്നതിൻ്റെ ഭയങ്കര സൗണ്ടാണ്. ഗ്ലാസ്സൊക്കെ വീഴുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. അപ്പം പിന്നെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ചില സൗണ്ടിനകത്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, അത് വരുന്നതിൻ്റെ ഭയങ്കര സൗണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നിങ്ങൾക്ക്. ലാസ്റ്റത്തെ ബില്ലിങ് കഴിഞ്ഞു, ഇന്നത്തെ പണി കഴിഞ്ഞു, സമാധാനമായി. സോറി മനീഷ്. പിന്നെ പണി കഴിഞ്ഞാൽ ഈ ലിഫ്റ്റെല്ലാം ഇങ്ങനെ നേരെ പൊക്കി വെച്ച് ഈ ആംസ് ഒന്ന് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ പോകുന്ന വഴിയാണിത്. തിരിച്ച് യാർഡിലോട്ട് പോവാണ്. കുറച്ച് നേരം കാണിച്ച വഴിയൊക്കെ തന്നെ, അതുകൊണ്ട് പിന്നെ വഴി അധികം ഞാൻ കാണിക്കുന്നില്ല. പിന്നെ അതിലെ നേരെ പോയി യാർഡിലെത്തി. ഒരു 10-20 മിനിറ്റിന് മേളിൽ ഡ്രൈവ് ഉണ്ടായിരുന്നു. യാർഡിലെത്തി. പിന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ കഴിഞ്ഞ് പോയി. പിന്നെ ഇത് കമ്പനിയിൽ നിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴി അടുത്തായിരുന്നു. അതും ഒരു 5 മിനിറ്റ് 10 മിനിറ്റൊക്കെ ഡ്രൈവ് ഉള്ളായിരുന്നു. പെട്ടെന്ന് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ.